സമയം തെറ്റുകയില്ല. ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 3-ാം വാക്യമാണ് നാം ചിന്തിക്കുന്നത്. ലോകത്തിൽ മനുഷ്യന്റെ സമയങ്ങൾ തെറ്റും. മനുഷ്യൻ പറഞ്ഞിട്ടുള്ള സമയങ്ങൾ തെറ്റിയിട്ടേ ഉള്ളൂ ഈ ലോകത്തിൽ. എന്നാൽ ദൈവം നമ്മോട് ദർശനമോ വാക്തത്വമോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സമയം തെറ്റത്തില്ല. ഉൽപ്പത്തി പുസ്തകത്തിൽ നാം വായിക്കുന്നു, അബ്രഹാമിനോടും സാറയോടും പറഞ്ഞ അവധിക്ക് ദൈവം അവർക്ക് തലമുറകളെ നൽകി. ജീവിതത്തിൽ നമുക്കാണ് സമയം തെറ്റിയെന്ന് തോന്നുന്നത്. ലാസർ മരിച്ചു. ധീരമായി കിടക്കുമ്പോഴേ കർത്താവിനെ അറിയിച്ചു. കർത്താവ് 4-ാം ദിവസമാണ് ആ ഭവനത്തിൽ വന്നത്. ആ സഹോദരിമാര് പറയുന്നു, നാട്ടുകാര് പറയുന്നു, സമയം തെറ്റി, യേശു വന്നില്ല. പക്ഷെ ദൈവത്തിന്റെ സമയം തെറ്റിയിട്ടില്ല. അത് തക്ക സമയമാണ്. ഈ പ്രഭാതത്തിൽ വിശ്വസിക്കുക, നമ്മുടെ സമയമല്ല ദൈവത്തിന്റെ സമയം. ദൈവത്തിന്റെ സമയത്ത് വരെ കാത്തിരിക്കുക. അതിനകത്തൊരു ദൈവപ്രവൃത്തി വെളിപ്പെടും. അതിനകത്ത് ദൈവം മഹത്വം വെളിപ്പെടും. കർത്താവേ, ദൈവത്തിന്റെ വാക്തത്വങ്ങൾക്ക്, ദർശനങ്ങൾക്ക് സമയം തെറ്റുകയില്ലല്ലോ. ഞങ്ങളുടെ കുടുംബങ്ങളോട്, വ്യക്തികളോട്, സഭകളോട്, ബിസിനസ്സുകളോട് പറഞ്ഞിട്ടുള്ള വാക്തത്വങ്ങളെല്ലാം ദൈവം നിറവേറ്റുന്നതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ് യു.